നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഉത്സവസ്ഥലങ്ങളിലെ ഭക്ഷ്യവസ്തുക്കളുടെ വിൽപ്പന ഭക്ഷ്യവിഷബാധയ്ക്കിടയാക്കുന്നു. കുറുമാത്തൂർ പന്നിയൂരിൽ കഴിഞ്ഞ ദിവസം ഉത്സവപ്പറമ്പിൽ നിന്നും ഐസും പാക്കറ്റ് വസ്തുക്കളും കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ. 400 പേർ ചികിത്സയിൽ. ആരോഗ്യവകുപ്പ് പരിശോധന കർശനമാക്കണമെന്ന് ജനങ്ങൾ. കാലപ്പഴക്കത്താൽ തകർന്ന പുതിയങ്ങാടി ഗവൺമെന്റ് ഐസ് പ്ലാന്റ് കെട്ടിടം സാമൂഹ്യവിരുദ്ധരുടെയും മദ്യപാനികളുടെയും കേന്ദ്രമായി മാറുന്നു. പ്ലാന്റ് പുനഃസ്ഥാപിക്കാത്തത് സ്വകാര്യ ഐസ് പ്ലാന്റുകളെ സംരക്ഷിക്കാനെന്ന് ആക്ഷേപം. പ്രതിഷേധത്തിനൊരുങ്ങി മത്സ്യത്തൊഴിലാളികൾ. തളിപ്പറമ്പ് മാർക്കറ്റ് റോഡിലെ അനധികൃത കച്ചവടം, അനധികൃത വഴിയോര കച്ചവടത്തിനെതിരെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ശക്തമായ പ്രക്ഷോഭത്തിലേക്ക്. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ ചെയർമാൻ നിവേദനം നൽകി. അനധികൃത പാർക്കിംഗിനെതിരെയും നടപടി വേണമെന്ന് ആവശ്യം. തളിപ്പറമ്പ് ഹൈവേയിൽ സ്വകാര്യ വ്യക്തിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ബാർബർ ഷോപ്പിലെ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യവും കുമിഞ്ഞുകൂടുന്നു. കെട്ടിടമുടമ മാലിന്യ സംസ്കരണത്തിന് സൌകര്യമൊരുക്കുന്നില്ലെന്ന് വ്യാപാരികൾ. വാർത്തകൾ വിശദമായി. ഉത്സവസ്ഥലങ്ങളിലെ ഭക്ഷ്യവസ്തുക്കളുടെ വിൽപ്പന ഭക്ഷ്യവിഷബാധയ്ക്കിടയാക്കുന്നു. കുറുമാത്തൂർ പഞ്ചായത്തിലെ പന്നിയൂർ മേഖലയിൽ ഉത്സവപ്പറമ്പിൽ നിന്നും ഐസും പാക്കറ്റ് വസ്തുക്കളും വാങ്ങിക്കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. 400ഓളം പേർ ഇതുവരെയായി തളിപ്പറമ്പിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. കഴിഞ്ഞ ദിവസം പന്നിയൂരിൽ നടന്ന ഉത്സവാഘോഷത്തിൽ പങ്കെടുത്തവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ഉത്സവപ്പറമ്പിൽ നിന്നും ഐസ്, തൊണ്ടക്കുഴൽ, ഉപ്പിലിട്ട പലഹാരങ്ങൾ തുടങ്ങിയവ കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ കുട്ടികൾക്കും പ്രായമായവർക്കും പനിയും ഛർദിയും വയറിളക്കവും വിറയലും അനുഭവപ്പെടുകയായിരുന്നു. തുടർന്ന് പലരെയും തളിപ്പറമ്പിലെ ആശുപത്രിയിലെത്തിച്ചു. അപ്പോഴാണ് ഭക്ഷ്യവിഷബാധയേറ്റതായി അറിഞ്ഞത്. ഇതുവരെയായി 400ഓളം പേർ ചികിത്സ തേടി എത്തി. 1000ഓളം പേർക്ക് ചെറിയ തോതിൽ അസ്വസ്ഥതയും ഉളവായിട്ടുണ്ട്. 10 കുട്ടികളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പ്രായമായ 2 പേർ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചില ഐസിന്റെ ട്രെയിനത്തിന് പറ്റുമോ? അതുപോലെ പിന്നെ കുറേ കുട്ടികൾക്കുണ്ട്. 10-100 ആളോടും നമ്മൾ രാവിലെ തന്നെ കാണിച്ചു പോയി. പിന്നെ അങ്ങനെയുള്ള അതിൽ ഐസ്ക്രീമല്ല മറ്റേതാണ് ചോക്കോബാർ, തൊണ്ടക്കുറൽ അങ്ങനത്തെ സാധനത്തിൽ നിന്ന് ഉണ്ടായെന്ന് പറയുന്നൊക്കെ ഉത്സവത്തിലെടുക്കുന്ന വാങ്ങാൻ. ശരിക്കും പനി വരും, പിന്നെ വയറ്റുന്നു പോവും, പിന്നെ ഛർദി, ക്ഷീണം അറിയാണ്ട വയറ്റുന്ന പോയിക്കൊണ്ടിരിക്കുന്നു. വയറ്റ് നോക്കും, പനിയും ഛർദിനെ കടന്നിടത്ത് തന്നെ വയറ്റുന്നെല്ലാം പോന്നു, അറിയുന്നേയില്ല കുഞ്ഞ്. പന്നിയൂർ, കാരാക്കുടി, കാലിക്കടവ് തുടങ്ങിയിടങ്ങളിലുള്ളവരാണ് കൂടുതലായും ചികിത്സ തേടിയെത്തുന്നത്. ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് ഇത്തരത്തിലുള്ള ഭക്ഷ്യവിഷബാധക്കിടയാക്കിയതെന്നും ഇനിയെങ്കിലും പരിശോധന നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ തൊണ്ടക്കുരല് അപ്പോൾ അത് അതിൻ്റെ പഴകിയ എണ്ണയുടെ ഭാഗമായി കൊണ്ടാണ് ഇത് വന്നിട്ടില്ലെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. അതുപോലെ തന്നെ ഈ ഐസ്ക്രീം, ഇത് ഈ കുരലേറ്റവും കൂടുതൽ കഴിച്ചവർക്കാണ്. ഒരു വീട്ടിൽ തന്നെ 2 കുട്ടികളുണ്ടെങ്കിൽ കൂടുതൽ ആരാണോ കഴിച്ചത് അവർക്കാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്താത്തത് തന്നെയാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ മനസ്സിലാക്കിയത്, ഇപ്പോൾ കീഴാറ്റൂർ ഇതുപോലൊരു തെയ്യം നടന്നെടുക്കുക, ഇതുപോലെ നടന്നിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ അന്നേരം അവിടെ ഒരു പരിശോധന നടത്താൻ വേണ്ടി തയ്യാറായെങ്കിൽ ചിലപ്പോൾ ഇനിയെങ്കിലും ഇതുപോലുള്ള സാധനങ്ങൾ പരിശോധന നടത്തിയില്ലെങ്കിൽ അടുത്ത ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വീണ്ടും സംഭവിക്കും. അപ്പോൾ ഇതിൻ്റെ എണ്ണകൾ ഒക്കെ പരിശോധിക്കാൻ ആവശ്യമായ ഒരു ഇടപെടൽ എന്തായാലും പിന്നെ ഇവരുടെ ഭാഗത്തുനിന്ന്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. തളിപ്പറമ്പിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ നടന്ന കളിയാട്ടത്തിലും ഭക്ഷ്യവിഷബാധ ഉണ്ടായിരുന്നു. യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളുമില്ലാതെയാണ് ആയിരക്കണക്കിന് പേർ എത്തുന്ന ഉത്സവ സ്ഥലങ്ങളിൽ പഴകിയ ഭക്ഷ്യവസ്തുക്കൾ വിൽപ്പന നടത്തുന്നത്. എവിടുന്ന് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നറിയാത്ത ഐസ്ക്രീം, ചോക്കോബാർ എന്നിവയും വ്യാപകമായി വിൽക്കുന്നു. ഇതിന്റെ ഇരകളാവുന്നത് ഏറെയും കുട്ടികളുമാണ്. അധികൃതരും രക്ഷിതാക്കളും ഇനിയും ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ഇനിയുള്ള ഉത്സവ സ്ഥലങ്ങൾ മരണം വരെ സംഭവിക്കുന്ന ഭക്ഷ്യവിഷബാധയ്ക്ക് കളമൊരുങ്ങിയേക്കും. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. കാലപ്പഴക്കത്താൽ തകർന്ന പുതിയങ്ങാടി ഗവൺമെന്റ് ഐസ് പ്ലാന്റ് കെട്ടിടം സാമൂഹ്യവിരുദ്ധരുടെ താവളമാകുന്നു. ഉത്തരമലബാറിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രമായ പുതിയങ്ങാടിയിൽ ഗവൺമെന്റ് ഐസ് പ്ലാന്റ് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായി. ജില്ലയിലെ പ്രധാന മത്സ്യവിപണന കേന്ദ്രങ്ങളിലൊന്നാണ് പുതിയങ്ങാടി. 3000ഓളം മത്സ്യത്തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്തു വരുന്നു. ആദ്യഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഐസ് പ്ലാന്റ് ഇന്ന് കാട് കയറി മൂടിയിരിക്കുകയാണ്. ഇതിന്റെ പ്രവർത്തനം നിലച്ചിട്ട് വർഷങ്ങളായി. ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിച്ചു. പുതിയ ഐസ് പ്ലാന്റ് സ്ഥാപിക്കാൻ ആവശ്യമായ യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. സ്വകാര്യ ഐസ് പ്ലാന്റിൽ നിന്നും ഐസ് വാങ്ങേണ്ട അവസ്ഥയാണ് ഇപ്പോൾ.
സ്വകാര്യ ഐസ് പ്ലാന്റിൽ ഗവൺമെന്റ് ഐസ് പ്ലാന്റിനേക്കാൾ വില ഇരട്ടിയിലധികം വരും. പുതിയ ഐസ് പ്ലാന്റ് സ്ഥാപിക്കാൻ പദ്ധതി തയ്യാറാക്കാൻ പോലും ബന്ധപ്പെട്ടവർ ഇന്നേ വരെ തയ്യാറായിട്ടില്ല. പുതിയങ്ങാടിയിൽ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പുതിയ ഐസ് പ്ലാന്റ് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. സ്വകാര്യ ഐസ് പ്ലാന്റിനെ സംരക്ഷിക്കുന്ന നയമാണ് അധികൃതർ തുടർന്നു വരുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു. സീൽ ന്യൂസ്, ചെറുകുന്ന്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ തുടർ പ്രക്ഷോഭ സമരത്തിന്റെ ഭാഗമായി 3ാം ഘട്ട റിലേ ധർണ സംഘടിപ്പിച്ചു. BMS നേതാവ് MP രാജീവൻ ധർണ ഉദ്ഘാടനം ചെയ്തു. സഹവർത്തിത്വത്തോടും അനുഭാവപൂർവ്വവും പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് പരിഹരിക്കുവാനുള്ള സമീപനം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പോസ്റ്റൽ സൂപ്രണ്ടിന്റെ, ഡിവിഷൻ സൂപ്രണ്ടിന്റെ കുത്തഴിഞ്ഞ ഭരണത്തിനെതിരെ ജീവനക്കാരോട് കാണിക്കുന്ന ധാർഷ്ട്യവും ധിക്കാരവും ഇത് ഈ മേഖലയിലെ ജീവനക്കാരെ കൂടുതൽ അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കുകയാണ്. പോസ്റ്റൽ സൂപ്രണ്ട് നീതി പാലിക്കുക, ജീവനക്കാരുടെ 34 ഇന ആവശ്യങ്ങൾ അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു. PT രാജേന്ദ്രൻ, PK സദാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, കണ്ണൂർ. തളിപ്പറമ്പ് മാർക്കറ്റ് റോഡിലെ അനധികൃത വഴിയോര കച്ചവടത്തിനെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വീണ്ടും രംഗത്ത്. വഴിയോര കച്ചവടവും അനധികൃത പാർക്കിംഗും ഉടൻ നീക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി നേതാക്കൾ നഗരസഭാ ചെയർമാൻ അള്ളാംകുളം മഹമ്മൂദിന് നിവേദനം നൽകി. തളിപ്പറമ്പ് മെയിൻ റോഡ്, മാർക്കറ്റ് റോഡിൽ കാൽനട യാത്രക്കാർക്കും വാഹന ഗതാഗതത്തിനും പ്രയാസം സൃഷ്ടിച്ച് ഇരുവശങ്ങളും വഴിയോര കച്ചവടക്കാർ കൈയടക്കിയിരിക്കുകയാണ്. നിയമങ്ങളും വ്യവസ്ഥകളും പാലിച്ച് ഭാരിച്ച വാടക നൽകി വ്യാപാരം നടത്തുന്ന വ്യാപാരികൾക്ക് തീർത്തും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോഴും വഴിയോര കച്ചവടം പൊടിപൊടിക്കുന്നത്. അനധികൃത പാർക്കിംഗും വർദ്ധിച്ചു വരുന്നു. നടപടി എടുക്കുമെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും ഇതുവരെയും നടപ്പായിട്ടില്ല. പ്രശ്നത്തിന് ഉടൻ തന്നെ പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം നടത്തും. നമ്മൾക്കെന്ന് പറയുന്നത് നമ്മുടെ ജീവനോപാധിയാണ്. കാരണം ഒരു കച്ചവടക്കാരന് വ്യാപാര സ്ഥാപനം എന്ന് പറയുന്നത് അവന്റെ ജീവനോപാധിയാണ്. ഗവൺമെന്റിലേക്ക് പലതും പല സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും ഒരു കച്ചവട സ്ഥാപനത്തിൽ തളിപ്പറമ്പിൽ 1400 കച്ചവടങ്ങൾ ഉണ്ടെങ്കിൽ കുറഞ്ഞതൊരു 3 തൊഴിലാളികളെങ്കിലും ഉണ്ടാവും. ഈ 4200 കുടുംബങ്ങളുടെ അത്താണിയാണ് ഈ മേഖലയിലൊക്കെ ഉള്ളത്. അതിന് നമ്മൾ വേറെ രീതിയിലൊന്നും സംഘടനയോ അല്ലെങ്കിൽ വേറെ രീതിയിലോ ചെയ്യുന്നില്ല. ഗവൺമെന്റിലേക്ക് നികുതികൾ അടക്കുന്നതല്ലാതെ അല്ലെങ്കിൽ ഗവൺമെന്റിലേക്ക് ഫണ്ടുകൾ അടക്കുന്നതല്ലാതെ സംഭാവനകൾ നൽകുന്നതല്ലാതെ നമുക്ക് യാതൊരുവിധ പിന്തുണയോ അല്ലെങ്കിൽ ശേഷം വരുന്ന ഒരു ആനുകൂല്യം നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ നമുക്ക് സ്വതന്ത്രമായിട്ട് കച്ചവടം ചെയ്യാനുള്ള ഒരു സൗകര്യം ഇവിടെയുള്ള ഡിപ്പാർട്ട്മെന്റുകളും ഗവൺമെന്റ് ചെയ്തു തരണമെന്നാണ് നമുക്ക് അപേക്ഷിക്കാനുള്ളത്. അതുകൊണ്ട് വ്യാപാരികൾ ഇനി ഈ രീതിയിലാണെങ്കിൽ നമ്മളും ഈ പറഞ്ഞതുപോലെ അതിസീമ ലംഘിച്ച് നമ്മൾ ശക്തമായ സമരത്തിലേക്ക് നമ്മുടെ തീരുമാനം. കൂടാതെ മാലിന്യ പ്രശ്നവും പരിഹരിക്കണം. പെട്ടിക്കടക്കാരുടെ ലൈസൻസ് ഉടൻ പരിശോധിക്കുന്ന നടപടി ഏതുവരെയായെന്ന് ഉടൻ അറിയിക്കണമെന്നും നിവേദനത്തിൽ പറയുന്നു. യൂണിറ്റ് പ്രസിഡന്റ് KS റിയാസ് നഗരസഭാ ചെയർമാൻ അള്ളാംകുളം മഹമ്മൂദിന് നിവേദനം സമർപ്പിച്ചു. യോഗം വിളിച്ചു ചേർത്ത് പ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുമെന്ന് അള്ളാംകുളം മഹമ്മൂദ് പറഞ്ഞു. നേരത്തെ തന്നെ ഇവിടെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധിയുടെയും ട്രാഫിക്കിന്റെ ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. ആ മീറ്റിംഗിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അനധികൃതമായിട്ടുള്ള തട്ടുകടകളുടെ അതുപോലെ ബങ്കുകളുടെയും ലൈസൻസ് പരിശോധിക്കാൻ തഹസിൽദാറും PWD എഞ്ചിനീയറും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി അധികൃതരും ജോയിൻ്റായി പരിശോധിച്ചിരുന്നു. തഹസിൽദാറും അതുപോലെ തന്നെ ഇവരും കൂടിയിരുന്ന് അതിൽ ആർക്കൊക്കെയാണ് അനുമതി നൽകേണ്ടത് എന്നുള്ളത് പരിശോധിച്ച് എത്രയും പെട്ടെന്ന് തന്നെ അതിൽ തീരുമാനം ഉണ്ടാക്കുകയും വഴിവാണിക കച്ചവടക്കാരെ നിയന്ത്രിക്കാനുള്ള തീരുമാനം അന്നെടുത്ത സബ് കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ സബ് കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ചിട്ട് കാര്യങ്ങൾ നടത്തുന്നതായിരിക്കും. വ്യാപാരികളായ V താജുദ്ദീൻ, K മോഹനൻ, K അയ്യൂബ്, KK നാസർ, K ആലിക്കുഞ്ഞി, ഷൌക്കത്ത് എന്നിവരും നിവേദക സംഘത്തിലുണ്ടായിരുന്നു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. ഡിവൈഎഫ്ഐ ആലക്കോട് ബ്ലോക്ക് സമ്മേളനം സമാപിച്ചു. സമാപനത്തോടനുബന്ധിച്ച് തിമിരിയിൽ നടന്ന ബഹുജന പ്രകടനത്തിലും പൊതുയോഗത്തിലും 100 പ്രവർത്തകരാണ് പങ്കെടുത്തത്. സകല സാമൂഹ്യ വിരുദ്ധ പ്രവണതകളുടെ പ്രവർത്തനങ്ങളുടെ ഇടയിലും കാണാം യുവജനങ്ങളുടെ ബന്ധം. ഒരു ഭാഗത്ത് കൊട്ടേഷൻ സംഘം, മറുഭാഗത്ത് മാഫിയകൾ, വേറൊരു ഭാഗത്ത് മയക്കുമരുന്ന് വിൽപ്പന, മദ്യത്തിന്റെ വ്യാപനം. ഇതിന്റെ എല്ലാം ഭാഗവാക്കുകളാക്കി ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിലെ യുവജനങ്ങളെ. അങ്ങനെ അവരെ ആകർഷിക്കുന്നതിനു വേണ്ടി ബോധപൂർവം നമ്മുടെ സമൂഹത്തിനകത്ത് രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു ആശയമാണ് അരാഷ്ട്രീയതയും അതുപോലെ അരാജകത്വം. അതുകൊണ്ട് തന്നെ അവരുണർന്നാൽ, അവർ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടാൽ, അവരൊരു സാമൂഹ്യ ശക്തിയായിട്ട് വന്നാൽ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഭരണാധികാരികൾക്കും അവരുടെ രാഷ്ട്രീയത്തിനും നിലനിൽപ്പില്ല എന്ന്
നമ്മളെക്കാൾ കൂടുതൽ അറിയുന്നത് ഈ ജനവിരുദ്ധ ഭരണവർഗം തന്നെയാണ്. അതുകൊണ്ട് അവരുടെ കാർമ്മികത്വത്തിലാണ് ഇന്ത്യ രാജ്യത്തിനകത്ത് പുതിയ പുതിയ ആശയങ്ങളും പ്രവണതകളും വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നത്. 2 ദിവസങ്ങളിലായി തിമിരിയിൽ വെച്ച് നടന്ന സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ചുങ്കസ്ഥാനത്ത് നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് നടന്ന പൊതുയോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ N ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അരാഷ്ട്രീയവും അരാജകത്വവും വളർത്തി യുവാക്കളെ സാമൂഹ്യവിരുദ്ധരായി മാറ്റുന്ന പ്രവർത്തനം രാജ്യത്ത് വർദ്ധിച്ചു വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. CN ഷൈൻകുമാർ അധ്യക്ഷത വഹിച്ചു. M കരുണാകരൻ, PV ബാബുരാജ്, മനു തോമസ്, P സജികുമാർ, K ഹരീഷ്, P സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, ആലക്കോട്. IRPC കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ ഫോളോ അപ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു. IRPC ഉപദേശക സമിതി ചെയർമാൻ P ജയരാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മരണമുണ്ടാവും, പക്ഷേ നമ്മൾ മരിക്കുന്നത് വരെ സാമൂഹ്യ ജീവി എന്ന നിലക്കാണ് നമ്മൾ ജീവിക്കുന്നത്. ആ സാമൂഹ്യ ജീവി എന്ന നിലക്ക് ഒറ്റപ്പെട്ട് കഴിയുന്നവരെ സഹായിക്കുക, അതാണ് IRPC ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. ഡോക്ടർ ബാലകൃഷ്ണ പൊതുവാൾ അധ്യക്ഷത വഹിച്ചു. PA ശശീന്ദ്രൻ, ഡോക്ടർമാരായ K മായ, ഓമന പങ്കൻ, MT സതീശൻ തുടങ്ങിയവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, കണ്ണൂർ. തളിപ്പറമ്പ് ഹൈവേയിൽ മൂത്തേടത്ത് സ്കൂളിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ വൻ മാലിന്യ നിക്ഷേപം. പ്ലാസ്റ്റിക് മാലിന്യവും ബാർബർ ഷോപ്പിലെ മാലിന്യവും കുന്നുകൂടിയിരിക്കുന്നു. ഇവിടെ കെട്ടിടമുടമ സംസ്കരിക്കുന്നതിനുള്ള സൌകര്യം ഒരുക്കുന്നില്ലെന്ന് വ്യാപാരികൾ ആരോപിച്ചു. ഹൈവേയിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന മിലൻ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത്. ബാർബർ ഷോപ്പിൽ നിന്നും കൊണ്ടുതള്ളുന്ന മുടിയും ബ്ലേഡ് അവശിഷ്ടങ്ങളും തള്ളിയിരിക്കുന്നത് ഇവിടെയാണ്. മാലിന്യങ്ങളിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നത് മൂലം വ്യാപാരികൾക്കും ഇവിടെ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർക്കും ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കേണ്ടി വരുന്നത്. മാലിന്യം തള്ളുന്നത് പകർച്ചവ്യാധികൾക്കും ഇടയാക്കുന്നുവെന്ന് വ്യാപാരികൾ ആരോപിക്കുന്നു. ബിൽഡിംഗ് ചുറ്റുപാടും വളരെ മാലിന്യം നിറഞ്ഞിരിക്കുന്നു. ഇന്ന് ദുർഗന്ധങ്ങളും വളരെ ദുർഗന്ധവും മറ്റു മാലിന്യത്തിൻ്റെ അവശിഷ്ടം കാരണം മറ്റു മാറാരോഗങ്ങൾക്കും മറ്റു പകർച്ചവ്യാധികൾക്കും പകർച്ചവ്യാധികളും പെരുകുമെന്ന ആശങ്കയിലാണ് ഈ പ്രദേശത്തെ ബിസിനസ് സ്ഥാപനം നടത്തുന്ന ജീവനക്കാരും ഇതിൻ്റെ ഓണേഴ്സും. മാലിന്യം സുരക്ഷിതമായ രീതിയിൽ സംസ്കരിക്കാനുള്ള സൌകര്യം കെട്ടിടം ഉടമ ഒരുക്കണമെന്നാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത്. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. മഹിളാ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ചെന്നൈ പ്രളയബാധിതർക്ക് വേണ്ടി ശേഖരിച്ച അവശ്യ സാധനങ്ങൾ ADM മുഹമ്മദ് അസ്ലമിന് കൈമാറി. കണ്ണൂർ കളക്ടറേറ്റ് പരിസരത്താണ് പരിപാടി സംഘടിപ്പിച്ചത്. ഡെപ്യൂട്ടി കളക്ടർ CM ഗോപിനാഥ്, ജില്ലാ പ്രസിഡന്റ് രജനി രമാനന്ദൻ, DCC ജനറൽ സെക്രട്ടറിമാരായ KC മുഹമ്മദ് ഫൈസൽ, ഷാഹിന മൊയ്തീൻ, അഡ്വക്കേറ്റ് P ഇന്ദിര തുടങ്ങിയവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, കണ്ണൂർ. ചെന്നൈ ദുരിതബാധിതർക്ക് കൈത്താങ്ങായി വൈസ്മെൻസ് ക്ലബ്ബ് ഓഫ് ധർമ്മശാല സഹായധനം സ്വരൂപിച്ചു നൽകി. ക്ലബ്ബ് പ്രസിഡന്റ് മധു പണിക്കർ ഡിസ്ട്രിക്ട് ഗവർണർ ബെന്നി സെബാസ്റ്റ്യന് ധനസഹായം കൈമാറി. നമ്മുടെ ഇടയിൽ വളരെയധികം കഷ്ടത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് എന്നും കൈത്താങ്ങായി പ്രവർത്തിക്കുവാനായിട്ട് വൈസ്മെൻസ് പ്രസ്ഥാനത്തെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ മദ്രാസിൽ വളരെയധികം ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ച ഈ വേളയിൽ വളരെ നിസ്സാരമാണെങ്കിൽ പോലും നമ്മളുടെ ഈ എളിയ കൈത്താങ്ങ് അവർക്ക് ആശ്വാസകരമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. വൈസ്മെൻ ഇന്റർനാഷണൽ വെസ്റ്റ് ഇന്ത്യ റീജിയനിലുള്ള ഡിസ്ട്രിക്ട് 5-ലെ 24ഓളം ക്ലബ്ബുകൾ ചേർന്ന് ചെന്നൈ ദുരിതബാധിതർക്കുള്ള ധനസഹായ സമാഹരണത്തിന്റെ ആദ്യഘട്ടമാണ് നടന്നത്. ആദ്യഘട്ടത്തിൽ 50,000 രൂപയാണ് ചൊവ്വാഴ്ച കലക്ടർക്ക് കൈമാറുക. തുടർന്ന് വിവിധ സഹായങ്ങളും നൽകും. ധർമ്മശാലയിൽ നടന്ന ചടങ്ങിൽ KM ഷാജി, CB വിനോദ് കുമാർ, KP രമേശ്, KT രവീന്ദ്രൻ, മോഹനൻ പണിക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, ധർമ്മശാല. മാടായിപ്പാറയിൽ സീക്കിന്റെ നേതൃത്വത്തിൽ പക്ഷി നിരീക്ഷണ ക്യാമ്പ് സംഘടിപ്പിച്ചു. സീക്ക് ഡയറക്ടർ TP പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ജൈവ വൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറയിൽ നടന്ന പക്ഷി നിരീക്ഷണ ക്യാമ്പിൽ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ നിന്നായി നിരവധി പേർ പങ്കെടുത്തു. 80-ലേറെ പക്ഷികളുടെ ചിത്രം ക്യാമറയിൽ പകർത്തി. ചൈനീസ് മഞ്ഞക്കിളി, ചരൽക്കുരുവി, അസുരത്താൻ, ചെറുവരയൻ കിളി എന്നിവയെ കണ്ടെത്തുകയും ചെയ്തു. സീക്ക് ഡയറക്ടർ TP പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. TV ഉണ്ണികൃഷ്ണൻ, R ഉണ്ണി മാധവൻ, VC ജയൻ, ആനന്ദൻ എന്നിവർ പ്രസംഗിച്ചു. ശശിധരൻ മേനക്കര, VC ബാലകൃഷ്ണൻ എന്നിവർ ക്ലാസ് എടുത്തു. സീൽ ന്യൂസ്, ചെറുകുന്ന്. തെയ്യക്കോലങ്ങൾക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച പഴയങ്ങാടി വയലപ്രയിലെ തെയ്യം കലാകാരൻ KV കണ്ണപ്പെരുവണ്ണാന് ഫോക്ലോർ അക്കാദമിയുടെ ഫെലോഷിപ്പ്.
ഏറെ വൈകിയാണെങ്കിലും അർഹതയ്ക്കുള്ള അംഗീകാരം ലഭിച്ചതിൽ ഏറെ സന്തോഷവാനാണ് കണ്ണപ്പെരുവണ്ണൻ. ഉത്തര കേരളത്തിലെ തെയ്യക്കാവുകളിൽ തെയ്യമായി ഉറഞ്ഞാടി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ കണ്ണപ്പെരുവണ്ണൻ ഇന്ന് 70-ാം വയസ്സിൽ വിശ്രമജീവിതം നയിക്കുകയാണ്. 14-ാം വയസ്സിൽ മുള്ളൂർ പുതിയ ഭഗവതിക്കാവിൽ വീരൻ തെയ്യം കെട്ടിയാണ് അരങ്ങിലെത്തിയത്. 21-ാം വയസ്സിൽ പട്ടും വളയും നേടി പെരുവണ്ണാൻ എന്ന സ്ഥാനപ്പേരിന് അർഹനായി. തായ്പര ദേവത, തിരുവർക്കാട്ട് ഭഗവതി, കണ്ണങ്കാട്ട് ഭഗവതി, പുലിയൂർക്കാളി, കതുവന്നൂർ വീരൻ തുടങ്ങി നിരവധി തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. ഗന്ധർവൻ പാട്ട്, കളംപാട്ട്, നിണബലി എന്നിവയിലും ഇദ്ദേഹം മികവ് തെളിയിച്ചു. കളിയാട്ടം എന്ന സിനിമയിൽ തെയ്യക്കാരനായി അഭിനയിച്ചു. സിനിമയിൽ കണ്ണപ്പെരുവണ്ണാന്റെ സംഭാവന മികച്ചതാണ്. കളിയാട്ടത്തിലെ നായകൻ സുരേഷ് ഗോപിയുമായി ഇന്നും ബന്ധം തുടർന്നു പോകുന്നു. ഇന്ന് ശാരീരിക വിഷമതകൾ മൂലം ദുരിതപൂർണമാണ് ജീവിതം. കലാകാര പെൻഷനിലൂടെ ലഭിക്കുന്ന 600 രൂപ മാത്രമാണ് ഇദ്ദേഹത്തിന്റെ വരുമാനം. അർഹതയില്ലാത്ത പലരും തനിക്കു മുന്നേ അവാർഡുകളും അംഗീകാരങ്ങളും നേടിയപ്പോഴും ആരോടും പരിഭവം പറഞ്ഞില്ല. ഒടുവിൽ ദൈവമായി ഉറഞ്ഞാടിയ കണ്ണപ്പെരുവണ്ണന് ദൈവത്തിന്റെ അനുഗ്രഹമായി കേരള ഫോക്ലോർ അക്കാദമിയുടെ ഏറ്റവും വലിയ അംഗീകാരമായ ഫെലോഷിപ്പ് നേടിയെത്തി. റെക്കമെൻഡിന് ആവശ്യപ്പെട്ടില്ല, അവർക്ക് താല്പര്യം ചെയ്തോട്ട്. പിന്നെ കുറേ അവാർഡുകളും പുരസ്കാരങ്ങളും കിട്ടുന്നു. സീൽ ന്യൂസ്, ചെറുകുന്ന്. ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ സൌഹൃദ വീഥി പദ്ധതി പുരോഗമിക്കുന്നു. ധർമ്മശാല മുതൽ പറശ്ശിനിക്കടവ് വരെ റോഡിന്റെ ഇരുവശങ്ങളിലും മനോഹരമായ നടപ്പാതയ്ക്കൊപ്പം മതിലുകളിൽ മലബാറിന്റെ ചരിത്രം വിളിച്ചോതുന്ന വൈവിധ്യങ്ങളായ പെയിന്റിങ്ങുകളും ഒരുക്കുകയാണ്. പറശ്ശിനിക്കടവിന്റെ ടൂറിസം സാധ്യതകൾ കണക്കിലെടുത്താണ് ധർമ്മശാല മുതൽ പറശ്ശിനിക്കടവ് വരെ റോഡിന്റെ ഇരുവശങ്ങളിലും സൌന്ദര്യവൽക്കരണം നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ മതിലിൽ മനോഹരമായ ചിത്രങ്ങൾ ഒരുക്കുന്നത്. മ്യൂറൽ പെയിന്റിങ്ങിനൊപ്പം പരമ്പരാഗത ജീവിതങ്ങൾ വിളിച്ചോതുന്ന വാർലി പെയിന്റിങ്ങും ഇക്കൂട്ടത്തിലുണ്ട്. മണ്ണിറത്തിലുള്ള പ്രതലങ്ങളിൽ വെള്ളനിറങ്ങൾ ഉപയോഗിച്ച് ഗോത്രജീവിതങ്ങളും കൃഷിയും അനുബന്ധ മേഖലകളും വളരെ ഭംഗിയോടെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. മ്യൂറൽ പെയിന്റിംഗിൽ മലബാറിന്റെ ചരിത്രം വിളിച്ചോതി തെയ്യവും തിറയും നെൽകൃഷിയും കള്ളുചെത്തും അതോടൊപ്പം പറശ്ശിനി മുത്തപ്പന്റെ ചിത്രങ്ങളും ഇടം നേടിയിട്ടുണ്ട്. സ്നേക്ക് പാർക്ക് വരെയാണ് ചിത്രങ്ങൾ ഒരുക്കുക. പുതിയ തെരു സ്വദേശിയും തിരുവനന്തപുരം ഫൈനാൻസ് കോളേജിലെ വിദ്യാർത്ഥിയുമായ KP നിവിലിന്റെ നേതൃത്വത്തിൽ 5 ചിത്രകലാ വിദ്യാർത്ഥികളാണ് ഈ ചിത്രങ്ങൾ ഒരുക്കുന്നതിന്റെ പിന്നിൽ. ടൂറിസം വകുപ്പിന്റെ 80 ലക്ഷവും ജെയിംസ് മാത്യു MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 60 ലക്ഷം രൂപയും ചിലവിട്ടാണ് സൌഹൃദവേദി യാഥാർത്ഥ്യമാക്കുന്നത്. സീൽ ന്യൂസ്, ധർമ്മശാല. ഊർജ്ജ സംരക്ഷണ ദിനത്തിന്റെ ഭാഗമായി മുണ്ടേരി സെൻട്രൽ UP സ്കൂളിൽ സെമിനാറും പ്രദർശനവും നടന്നു. പ്രധാനാധ്യാപിക PV ഉഷ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എനർജി മാനേജ്മെന്റ് തയ്യാറാക്കിയ 45 പാനലുകളും പ്രദർശിപ്പിച്ചു. സ്റ്റാഫ് സെക്രട്ടറി K കനകൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. P സുരേശൻ പദ്ധതി വിശദീകരണം നടത്തി. ആകർഷ്, ഹരീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. സീൽ ന്യൂസ്, മുണ്ടേരി. കുള്ളൻ ആൽമരവുമായി ബോൺസായി കൃഷിയെ പരിപോഷിപ്പിച്ച് ശ്രദ്ധേയനാവുകയാണ് ശ്രീകണ്ഠപുരത്തെ ഡോക്ടറായ പോൾ വാഴപ്പള്ളി. 30 വയസ്സുള്ള ആൽമരം ഉൾപ്പെടെ നിരവധി കുള്ളൻ മരങ്ങളുടെ ശേഖരം ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. 30 വയസ്സുള്ള കുള്ളൻ ആൽമരം, ഇങ്ങനെ എണ്ണയാലൊതുങ്ങാത്ത ബോൺസായി മരങ്ങളുടെ ശേഖരമാണ് ഡോക്ടറുടെ പക്കലുള്ളത്. ബോൺസായി എന്നാൽ ട്രീ ഇൻ എയർപോർട്ട് എന്നാണ് ഡോക്ടറുടെ വിശദീകരണം. ഇതിന്റെ തുടക്കം ചൈനയിലാണ്. അതിന്റെ പിറകിലുമുണ്ട് ഒരു കഥ. ബുദ്ധമത പ്രചരണത്തിനായി ചൈനയിലേക്ക് പോയിരുന്ന ഭിക്ഷുക്കൾ രോഗചികിത്സയ്ക്കായി ഔഷധ സസ്യങ്ങൾ ചെറുചെപ്പുകളിൽ മുളപ്പിച്ചു കൊണ്ടുപോയി. ചെടിയെ അതിൽ തന്നെ സംരക്ഷിച്ചു നിലനിർത്തിയപ്പോൾ അത് പുതിയൊരു ശൈലിയിലായി തീരുകയും ചെയ്തു. ഇങ്ങനെയാണ് ബോൺസായിയുടെ പിറവി എന്നാണ് ചരിത്രം. പിന്നെ MS കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെറിയ ചെറിയ ചെടികളും കുറ്റിച്ചെടികളും വളർത്തി പ്രൂൺ ചെയ്ത് ചെറിയ ചട്ടികളിൽ വളർത്തി തുടങ്ങി. വിൽപ്പന നടത്തുന്നുണ്ടോ? വിൽപ്പന അങ്ങനെ നടത്തുന്നത്. കാരണം നമ്മളൊരു കളക്ടേഴ്സ് ഐറ്റം മാതിരിയാണ് ഈ ബോൺസായി. കാരണം വെച്ചാൽ നമ്മുടെ മക്കളമാരി തന്നെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് തന്നെ ഇത് ചെയ്യേണ്ടി വരും. പല ആൾക്കാരും പറയുന്നത് പ്രകൃതിനെ ഉള്ള ക്രൂരതയാണെന്ന് പറയാറുണ്ട്. ക്രൂരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ ഒരു ചട്ടി 1-2 ചട്ടികൾ കൊണ്ടുവച്ച് ചെടികളും കൊണ്ടുവച്ച് അതിൽ ഉണങ്ങിക്കിടക്കുകയാണെങ്കിലും വെള്ളം നനയ്ക്കാണ്ട് പോകുന്ന ആൾക്കാരാണ് നമ്മുടെ ആൾക്കാർ. അവരാണ് ഇതൊരു ക്രൂരത എന്ന് പറയുന്നത്. ഈ ഡോക്ടറുടെ ശേഖരത്തിൽ 30 വർഷം വരെ പ്രായമുള്ള 120ഓളം വിവിധ സസ്യങ്ങളും മരങ്ങളുമുണ്ട്. പേരാൽ, അരിയാൽ, പാല തുടങ്ങി അഡീനിയം, ഒബിയസ് വരെ ഇക്കൂട്ടത്തിലുണ്ട്. ആശുപത്രിയുടെ തിരക്കിൽ നിന്ന് സ്വതന്ത്രമാകുമ്പോൾ ഡോക്ടർ തന്റെ പ്രിയപ്പെട്ട ചെടികൾക്കിടയിലേക്ക് എത്തും. വളം നൽകലും വെള്ളം നനയ്ക്കലുമെല്ലാം അതീവ ജാഗ്രതയോടെ തന്നെ ചെയ്യും.
സീൽ ന്യൂസ്, ശ്രീകണ്ഠാപുരം. NMCC വിമൺ വിംഗ് നേതൃത്വത്തിൽ മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും മുക്തി വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിച്ചു. നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. NMCC പ്രസിഡന്റ് സുശീൽ അരുൺ അധ്യക്ഷത വഹിച്ചു. P. ഷീബ, മഞ്ജുഷ മോഹൻ, KV ഹനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. നിരവധി പേർ ക്ലാസിൽ പങ്കെടുത്തു. സീൽ ന്യൂസ്, കണ്ണൂർ. അർദ്ധനാരീശ്വര വേഷം കെട്ടിയാടി കാണികളുടെ ഹൃദയം കീഴടക്കുകയാണ് മുണ്ടേരിയിലെ കൊമ്മേരി സുകുമാരൻ. ഇടത്തോട്ട് തിരിഞ്ഞാൽ കൈലാസ്നാഥനായ ശിവനും മറുവശത്ത് ശൃംഗാരഭാവത്തിലുള്ള പാർവതിയും ഇതിനോടകം തന്നെ ഏറെ ശ്രദ്ധയാകർഷിച്ചു കഴിഞ്ഞു. ചില സിനിമകളിലും ഇദ്ദേഹം മുഖം കാണിച്ചിട്ടുണ്ട്. നർത്തകവേഷം കെട്ടിയാണ് സുകുമാരന്റെ കലാജീവിതം ആരംഭിച്ചത്. സ്കൂൾ കാലഘട്ടത്തിൽ നാടകങ്ങളിൽ അർദ്ധനാരീശ്വരന്റെ വേഷം കെട്ടി. നാടകത്തിനു പുറമെ 23ഓളം സിനിമകളിലും ഇദ്ദേഹം വേഷമിട്ടിട്ടുണ്ട്. തിക്കുറിശി സുകുമാരൻ നായരുടെ അനുഗ്രഹത്തോടെ IV ശശിയുടെ അർഹത എന്ന ചിത്രത്തിൽ മോഹൻലാലിനോടൊപ്പമായിരുന്നു സിനിമാ രംഗത്തേക്കുള്ള അരങ്ങേറ്റം. ഉത്സവപ്പറമ്പുകളിൽ ദേവകലാനൃത്തം അവതരിപ്പിച്ചാണ് ഇന്ന് ഈ കലാകാരൻ കുടുംബം പുലർത്തുന്നത്. റിയാലിറ്റി ഷോകളിൽ ധാരാളം സ്ത്രീവേഷങ്ങളും കെട്ടിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സ്ത്രീവേഷം കെട്ടുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ ആ രംഗത്തോടും വിട പറഞ്ഞു. TV-യിൽ റിയാലിറ്റി ഷോകൾ വന്നപ്പോൾ സ്ത്രീവേഷക്കാരങ്ങ് അടിച്ചു കയറി. അപ്പം നമ്മളിത് ഈ സ്ത്രീവേഷത്തെ തുടരുന്നത് ശരിയല്ലല്ലോ. അത് മാത്രമല്ല, പിന്നെ നാടകം ഇല്ലാണ്ടായി. നാടകം ഇന്ന് ആർക്കും വേണ്ടാന്നുള്ളൊരു ഘട്ടം വന്നു. അപ്പം പിന്നെ ഞാനൊരു വെറൈറ്റി എന്ത് ചെയ്താണല്ലോ കൂടുതൽ പ്രേക്ഷകരെ കിട്ടുക. ഞാൻ വളരെ വർഷം മുമ്പേ മനസ്സിൽ താലോലിച്ച് നടന്നൊരു വേഷമായിരുന്നു അർദ്ധനാരീശ്വരൻ. ആ വേഷം ഇപ്പോൾ 9 വർഷമായി ഞാൻ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവകാരുണ്യം കൊണ്ട്, ഭഗവാൻ ശിവപാർവതിമാരുടെ കരുണ കൊണ്ട് എനിക്ക് ധാരാളം അവസരങ്ങൾ കിട്ടുന്നുണ്ട്. കേരളത്തിൻ്റെ അകത്തും പുറത്തും കിട്ടുന്നുണ്ട്. 3 അവാർഡ് കിട്ടി. കാസർഗോഡ് കാനത്തൂർ മഹാലിംഗേശ്വര ശിവക്ഷേത്രം തുടങ്ങി മന്ത്രി MK മുനീർ വരെ ഒട്ടേറെ പ്രമുഖരെ എന്നെ ആദരിച്ചു. അതൊക്കെ ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു. മരിക്കുന്നത് വരെ നൃത്തരംഗത്ത് തുടരാനാണ് എൻ്റെ മോഹം. എത്ര കാലം എനിക്ക് നൃത്തം ചെയ്യാൻ കഴിയുന്നതോ അത്രയും കാലം നൃത്തം ചെയ്യുക, അഭിനയിക്കുക. അത് കഴിഞ്ഞ് പറ്റാത്തൊരു ഘട്ടം വന്നാൽ ജീവിതം സ്വയം അവസാനിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. കാരണം ഒരു കലാകാരൻ ഞാനല്ലെങ്കിൽ ഈ ജീവിതം എനിക്കില്ല. 9 വർഷത്തോളം വിവിധ ക്ഷേത്ര ഉത്സവ വേദികളിൽ ഉൾപ്പെടെ 1000ഓളം വേദികളിൽ ഇദ്ദേഹം അർദ്ധനാരീശ്വര നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. സീൽ ന്യൂസ്, മുണ്ടേരി. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ വിജ്ഞാനോത്സവം ക്വിസ് സംഘടിപ്പിച്ചു. ശ്രീകണ്ഠാപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ P. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ത്രിതല പഞ്ചായത്തുകളുടെ ഭരണം കൈയാളുന്നതിന് വേണ്ടി നിങ്ങളെയൊക്കെ പ്രാപ്തരാക്കിയത് കുടുംബശ്രീയാണ് എന്ന ഉത്തമ ബോധ്യം നമുക്കൊക്കെയുണ്ട്. ഈ കുടുംബശ്രീ ഉണ്ടായിരുന്നില്ല എങ്കിൽ 50% ഈ സംവരണമുള്ള ത്രിതല പഞ്ചായത്തുകളുടെ സ്ഥിതി വളരെ ദയനീയമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. വസന്തകുമാരി അധ്യക്ഷത വഹിച്ചു. K. രാജേഷ്, KV ഗീത എന്നിവർ സംസാരിച്ചു. 100 കണക്കിന് വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. സീൽ ന്യൂസ്, ശ്രീകണ്ഠാപുരം. പാലക്കോട് നെടുവോട്ട് നമാളൽ ഹയർ സെക്കൻഡറി മദ്രസ കമ്മിറ്റിയുടെയും സുന്നി ബാലവേദിയുടെയും ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും തിമിര നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് മെമ്പർ ഫ്രാൻസിസ് മലയിൽ ഉദ്ഘാടനം ചെയ്തു. ചപ്പാരപ്പടവ് റേഞ്ച് ജംഇയ്യത്തു മുഅല്ലമീന്റെ റബിഅ ക്യാമ്പയിനിന്റെ ഭാഗമായി കണ്ണൂർ അൽസലാമ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് നടന്നത്. അബ്ദുൾ ജലീൽ അസ്ഹരി അധ്യക്ഷത വഹിച്ചു. സഹലബത്ത് താരമി UV അബ്ദുഹാജി, സഖറിയ താരമി P. മൊയ്തീൻ, OM ഇബ്രാഹിം, KH അഷ്റഫ്, KP ഉസ്മാൻ മൗലവി, KN അൻസീർ തുടങ്ങിയവർ സംസാരിച്ചു. 200ഓളം രോഗികൾ ക്യാമ്പിലെത്തി പരിശോധനയിൽ പങ്കെടുത്തു. സീൽ ന്യൂസ്, ആലക്കോട്. വാർത്തകൾ അവസാനിക്കും മുമ്പേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉത്സവസ്ഥലങ്ങളിലെ ഭക്ഷ്യവസ്തുക്കളുടെ വിൽപ്പന ഭക്ഷ്യവിഷബാധയ്ക്കിടയാക്കുന്നു. കുറുമാത്തൂർ പന്നിയൂരിൽ കഴിഞ്ഞ ദിവസം ഉത്സവപ്പറമ്പിൽ നിന്നും ഐസും പാക്കറ്റ് വസ്തുക്കളും കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ. 400 പേർ ചികിത്സയിൽ. ആരോഗ്യവകുപ്പ് പരിശോധന കർശനമാക്കണമെന്ന് ജനങ്ങൾ.
കാലപ്പഴക്കത്താൽ തകർന്ന പുതിയങ്ങാടി ഗവൺമെന്റ് ഐസ് പ്ലാന്റ് കെട്ടിടം സാമൂഹ്യവിരുദ്ധരുടെയും മദ്യപാനികളുടെയും കേന്ദ്രമായി മാറുന്നു. പ്ലാന്റ് പുനഃസ്ഥാപിക്കാത്തത് സ്വകാര്യ ഐസ് പ്ലാന്റുകളെ സംരക്ഷിക്കാനെന്ന് ആക്ഷേപം. പ്രതിഷേധത്തിനൊരുങ്ങി മത്സ്യത്തൊഴിലാളികൾ. തളിപ്പറമ്പ് മാർക്കറ്റ് റോഡിലെ അനധികൃത കച്ചവടം, അനധികൃത വഴിയോര കച്ചവടത്തിനെതിരെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ശക്തമായ പ്രക്ഷോഭത്തിലേക്ക്. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ ചെയർമാൻ നിവേദനം നൽകി. അനധികൃത പാർക്കിംഗിനെതിരെയും നടപടി വേണമെന്ന് ആവശ്യം. തളിപ്പറമ്പ് ഹൈവേയിൽ സ്വകാര്യ വ്യക്തിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ബാർബർ ഷോപ്പിലെ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യവും കുമിഞ്ഞുകൂടുന്നു. കെട്ടിടമുടമ മാലിന്യ സംസ്കരണത്തിന് സൌകര്യമൊരുക്കുന്നില്ലെന്ന് വ്യാപാരികൾ. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.